ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ ആയിട്ടുള്ള നോർമൽ മെഷീനിൽ നമുക്ക് എങ്ങനെ ഫ്രില്ലിടാമെന്ന് നോക്കാം. നോർമൽ മെഷീൻ എന്ന് പറയുമ്പോൾ സാധാരണ മെഷീൻ ഈ ഒരു ടൈപ്പ് മെഷീനാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ സാധാരണ മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഹൈ സ്പീഡ് ടേബിൾ ടോപ്പ് ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇതിലാദ്യം നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് സ്പേസ് നമ്മൾ നന്നായിട്ട് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റെഗുലേറ്ററും നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് സ്പേസ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെഗുലേറ്ററും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ മെഷീനിൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ നമുക്ക് ഫ്രില്ല് വരും. പിന്നെ നമ്മൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അടുപ്പിച്ച് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വൃത്തിയിൽ തന്നെ കിട്ടും. ഞാൻ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ ഫുള്ളായിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കോട് കൂടിയിട്ട് തന്നെയാണ് ഫ്രില്ല് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫ്രോക്കിൽ വെച്ചിട്ടും നല്ല തിക്കോട് കൂടിയിട്ട് ഫ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഫ്രിൽസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നോർമൽ മെഷീനിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കട്ടോ. അത്യാവശ്യം നന്നായിട്ട് തിക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രില്ല് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു ഫ്രോക്കിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു ബട്ടർഫ്ലൈയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പുറത്തുനിന്ന് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിലാണ് ഞാൻ ഫ്രില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കോട് കൂടി ഫ്രില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിത് പുറത്തുനിന്ന് വന്നൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. കൊറിയർ അയക്കുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ.